ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പരീക്ഷകൾക്കും പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്കത് സെറ്റ് ആക്കിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ഓരോ ക്ലാസ്സിന്റെയും PDF പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകളും എല്ലാം നടക്കുന്നത് ടെലിഗ്രാം ചാനലിലാണ്. ഇനി ടെലിഗ്രാം ചാനലിൽ അംഗമാവാൻ പറ്റാത്തവരാണെങ്കിൽ, ടെലിഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. രണ്ടിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഓക്കെ, ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആരാണ് ഈ ആറ്റം കണ്ടുപിടിച്ചത്? ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൽട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൽട്ടൺ. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഒരു രോഗം കൂടി പഠിക്കാല്ലേ. അദ്ദേഹത്തിന് ബാധിച്ച ഒരു രോഗം ഏതായിരുന്നു? വർണ്ണാന്തത അഥവാ ഡാൽട്ടനിസം. വർണ്ണാന്തത അല്ലെങ്കിൽ ഡാൽട്ടനിസം. ഓക്കെ, ആർക്കാണ് വർണ്ണാന്തത ബാധിച്ചത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ശാസ്ത്രജ്ഞനാണ് വർണ്ണാന്തത ബാധിച്ചത് എന്ന് ചോദ്യം വന്ന ആർക്കാണ്? ഡാൽട്ടനിസം. അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. ജോൺ ഡാൽട്ടൺ ആണ്. ഡാൽട്ടനിസം അല്ലെങ്കിൽ വർണ്ണാന്തത. ആർക്കാണ് വർണ്ണാന്തത ബാധിച്ചത്? ജോൺ ഡാൽട്ടൺ ആണ്. അപ്പൊ ആറ്റം കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ജോൺ ഡാൽട്ടൺ ആണ്. ഓക്കെ, ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാലും ആരാണ്? ജോൺ ഡാൽട്ടൺ ആണ്. അപ്പൊ ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൽട്ടൺ. ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാലും ജോൺ ഡാൽട്ടൺ ആണ്. എപ്പോഴാണ് ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്? 1807 1807 ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇനി ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, ഇപ്പൊ നമ്മൾ പഠിച്ചു ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൽട്ടൺ ആണ്. അദ്ദേഹം തന്നെ ആ പദം ആദ്യമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടോ? ഉദാഹരണത്തിന് ഒരു കുട്ടി ജനിച്ചാൽ അച്ഛനും അമ്മയും തന്നെ പേരിടണമെന്നില്ല. ചിലപ്പോൾ അതുവഴി പോയ ഒരു അമ്മാവനാവും വന്ന് പേരിടുന്നത്. അതുവഴി നമ്മുടെ ഒരു അമ്മാവൻ പോയിട്ടുണ്ടാവും. അമ്മാവൻ അറിഞ്ഞു ഇവൻ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, അമ്മാവൻ വന്ന് പറയാണ് ഇതാണ് കുട്ടിയുടെ പേര്. അപ്പോൾ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ പിതാവ് ആരാണ്? പിതാവ് ശരിക്കും ജോൺ ഡാൽട്ടൺ ആണ്. അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജോൺ ഡാൽട്ടൺ ആണ്. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തൊരു അമ്മാവൻ വന്ന് പേരിട്ടു. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇയാൾ തന്നെ പേരിട്ടു എന്ന് വിചാരിക്കരുത്. അപ്പൊ പേരിട്ടത് ആര്? ആറ്റം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചാൽ താഴെ ചിലപ്പോൾ തരും ജോൺ ഡാൽട്ടൺ എന്ന് തരും. അല്ല, ജോൺ ഡാൽട്ടൺ അല്ല ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആരാണ്? ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾട്ട് ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ട് ആണ് കേട്ടോ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ട് ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ജോൺ ഡാൽട്ടൺ. ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാലും ജോൺ ഡാൽട്ടൺ. എപ്പോഴാണ് ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്? 1807 ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പൊ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടണും ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾട്ട് ആണ്. ഈ ഓസ്റ്റ്വാൾട്ട് എന്ന പേര് കേൾക്കുമ്പോഴും നമ്മൾ അത് കണക്ട് ചെയ്തൊന്ന് പഠിക്കാണ്ട്. എന്താണ് ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ? കേട്ടിട്ടുണ്ടോ? ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ നൈട്രിക് ആസിഡ് നിർമ്മാണമാണ് ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ എന്നറിയപ്പെടുന്നത്. നൈട്രിക് ആസിഡ് നിർമ്മാണമാണ് ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ. അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ വർണ്ണാന്തത ബാധിച്ചത് ആർക്കാണ്? ജോൺ ഡാൽട്ടൺ ആണ് കേട്ടോ. വർണ്ണാന്തത ബാധിച്ച ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ അത് ജോൺ ഡാൽട്ടൺ ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആറ്റം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ജോൺ ഡാൽട്ടൺ. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചാൽ 1807 ജോൺ ഡാൽട്ടൺ തന്നെയാണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾട്ട് ആണ്. ഓക്കെ, അതുവരെ നമ്മൾ പഠിച്ചു. ഇനി ഏത് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ക്ലിയർ അല്ലേ? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദം. എന്താണ് ഈ ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം? എന്താണ്? ആറ്റമോസ് എന്നാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം വരുന്നത്. ആറ്റമോസ് എന്നാൽ വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റമോസ് വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റമോസ് എന്നാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. അപ്പൊ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ ആണ്. പഠിച്ചില്ലേ? ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ഇനി മറക്കില്ല. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ ആണ്. എന്നാൽ പേര് നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾട്ട് ആണ് അല്ലെ. പേര് നിർദ്ദേശിച്ചതല്ല, ആദ്യമായി പദം. ആ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്, ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരെന്നാണ് ചോദ്യം വരിക. അതാരാണ്? അത് ഓസ്റ്റ്വാൾട്ട് ആണ് കേട്ടോ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ട് ആണ്. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൽട്ടൺ ആണ് അല്ലെ. 1807 ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. ഏത് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ ആറ്റമോസ് എന്ന ഗ്രീക്ക് പദം. ആറ്റമോസ് എന്ന ഗ്രീക്ക്
ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. എന്താണ് ഈ ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം. അതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ആറ്റത്തിലെ കുറച്ച് മൗലിക കണങ്ങളില്ലേ, ആറ്റത്തിലെ 3 മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? ആറ്റത്തിലെ ചിലപ്പോൾ ചോദിക്കും, താഴെ തന്നിരിക്കുന്നത് ആറ്റത്തിലെ മൗലിക കണങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കും. ആറ്റത്തിലെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയാണ് ആറ്റത്തിലെ മൗലിക കണങ്ങൾ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. നമുക്ക് എപ്പോഴും ചോദ്യം വരുന്നതാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. ഇപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് താഴെ തന്നിരിക്കുന്നതിൽ ആര്? ഇതുപോലുള്ള ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പൊ ആറ്റത്തിലെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇത് മൂന്നിനും ഓരോ ചാർജ് ഒക്കെ ഉണ്ട്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോൺ നോ ചാർജ്, നോ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ ന്യൂട്രോൺ നോ ചാർജ്, അത് നമുക്ക് വരും ഇതിൽ പഠിക്കാം. അപ്പോൾ ആറ്റത്തിലെ 3 മൗലിക കണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയാണ് ആറ്റത്തിലെ 3 മൗലിക കണങ്ങൾ. ഇനി ആറ്റത്തിന്റെ കേന്ദ്രഭാഗം, ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ഓക്കെ. ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. പിന്നെ ഒരു ചോദ്യം വരാണ്ട്, ന്യൂക്ലിയസിൽ ന്യൂട്രോൺ കാണപ്പെടാത്ത മൂലകം ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൈഡ്രജൻ ആണ് അല്ലെ. ഹൈഡ്രജൻ ആണ് ന്യൂക്ലിയസിൽ എന്ത് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ കാണപ്പെടാത്തത് മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഹൈഡ്രജൻ. അപ്പൊ 3 മൗലിക കണങ്ങളും കിട്ടി, ആറ്റത്തിന്റെ കേന്ദ്രഭാഗവും കിട്ടി. ആരാണ് ഈ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? ഹെൻറി കാവൻഡിഷ് ആണ് കേട്ടോ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. അപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഓക്കെ. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയാം. അപ്പൊ 3 മൗലിക കണങ്ങളും നമ്മൾ പഠിച്ചു. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഓക്കെ. കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. നമ്മൾ പഠിച്ചു കേന്ദ്രഭാഗമാണ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗം. ആറ്റം വട്ടത്തിലാണ് അതിന്റെ നടുഭാഗം, അല്ലെങ്കിൽ കേന്ദ്രഭാഗമാണ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. അത് നമ്മൾ പഠിച്ചു. ന്യൂക്ലിയസ് ആണ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗം. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പഠിക്കാണ്ട്, അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അതൊക്കെ നമുക്ക് പഠിക്കാം. ഓരോന്നും കണ്ടുപിടിച്ചവരെ നമുക്ക് പഠിച്ചിട്ട് തന്നെ പോകാം. നമ്മളിപ്പോ എന്ത് പഠിച്ചു? ആറ്റം കണ്ടുപിടിച്ചത് ആര്? ഈ ആറ്റത്തിന്റെ ഉള്ളിലുള്ളതാണ് ഇതൊക്കെ. ഈ ആറ്റം എന്ന സാധനം ആരാണ് കണ്ടുപിടിച്ചത്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റോമിക സിദ്ധാന്തം അപ്പൊ ആര് തന്നെയാവും? ജോൺ ഡാൾട്ടൺ തന്നെയാണ്. 1807 ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ട് ആണ്. ഏത് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം. ആറ്റമോസ് എന്നാൽ എന്താണ്? ആറ്റമോസ് എന്നാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം വരുന്നത്. ഇതുവരെ പഠിച്ച ഇത്ര കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ് കേട്ടോ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ പ്രോട്ടോൺ കണ്ടുപിടിച്ചതും അദ്ദേഹമാണ്. ഓക്കെ. അപ്പൊ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാലും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരെന്നൊക്കെ ചോദിച്ചാലും ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അത് നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ അതൊക്കെ പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ പോകും. ടെൻഷൻ അടിക്കണ്ട. ഓക്കെ. അപ്പൊ ഇലക്ട്രോൺ, ആദ്യം നമുക്ക് ഇലക്ട്രോണിനെ പറ്റി നോക്കാം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ചാർജ് കണ്ടെത്തിയത്, ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് മില്ലിക്കൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്? മില്ലിക്കൺ ആണ്. ഈ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് കേട്ടോ. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്. നമുക്ക് അവിടെ തന്നെ കണക്ട് ചെയ്ത് വെക്കാം. ന്യൂട്രോൺ. ഓക്കെ. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ നോ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. നോ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ ന്യൂട്രോൺ നോ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. അതും നമുക്ക് അവിടെ തന്നെ കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇലക്ട്രോൺ എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജുള്ള ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഏത്? ഇലക്ട്രോൺ. ഓക്കെ. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്? മില്ലിക്കൺ ആണ് കേട്ടോ. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ജെ തോംസൺ ആണ്. ഓക്കെ. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ഏത് കണമാണെന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോൺ ആണ്. ഓക്കെ. ഒരു ആറ്റത്തിലെ ചലിക്കുന്ന കണങ്ങൾ, ബാക്കി 2 ന്യൂക്ലിയസിന്റെ ഉള്ളിലുണ്ട്. ഏതാണ്? പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ ചുറ്റും സഞ്ചരിക്കുന്നത് ഏതാണ്? ഇലക്ട്രോണുകളാണ്. ഓക്കെ. ചുറ്റും സഞ്ചരിക്കുന്നത്. ഈ ഇലക്ട്രോണിന്റെ സഞ്ചാരപാത അറിയപ്പെടുന്നതാണ് ഓർബിറ്റ്. ഓക്കെ. ഇലക്ട്രോണിന്റെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് എന്നാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ഒരു ആറ്റത്തിലെ ചലിക്കുന്ന കളങ്ങളാണ് ഏത്? ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പൊ ഈ ചാർജ് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് മില്ലിക്കൺ ആണ്. ഓക്കെ. ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോൺ. ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോൺ. ഓക്കെ. അപ്പൊ ഓരോന്നും ഓരോന്നും കണ്ടെത്തിയത് നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം. അപ്പൊ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്.
പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് ചാഡ്വിക് ആണ്. ലാസ്റ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ട് തന്നെ പോകും. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പൊ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അദ്ദേഹം തന്നെയാണ് ആറ്റത്തിന്റെ കേന്ദ്രമായ ന്യൂക്ലിയസും കണ്ടുപിടിച്ചത്. ഇനി ന്യൂക്ലിയസിന്റെ ചാർജ് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പഠിക്കണ്ടേ? ഇപ്പൊ ഉദാഹരണത്തിന് ഇതാണ് ആറ്റം, ഇതാണ് അതിന്റെ ന്യൂക്ലിയസ്. ഓക്കെ, ഈ നടുവിലുള്ളതാണ് ന്യൂക്ലിയസ്. നമ്മൾ പഠിച്ചു ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലായിട്ടാണ് ഏതൊക്കെ വരുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും വരുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും വരുന്നത് എവിടെയാണ്? ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ഈ പ്രോട്ടോണിന് എന്ത് ചാർജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് അല്ലേ? സാമാന്യ ബോധമുള്ളവർക്ക് അത് കിട്ടും. കാരണം പ്രോട്ടോണിന് എന്ത് ചാർജ് ആണ്? ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത് അല്ലേ? അപ്പൊ പ്രോട്ടോണിന് എന്ത് ചാർജ് ആണ്? പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിനാണെങ്കിൽ ചാർജും ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഉള്ളിൽ എന്ത് ചാർജ് ആവും? പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അവിടെ നെഗറ്റീവ് ചാർജ് വരുന്നില്ലല്ലോ. അപ്പൊ അവിടെ എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് എന്ത് എന്ന് ചോദിച്ചാലും പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ കാണപ്പെടുന്നത്. ഓക്കെ, അത് ചോദ്യം വരും. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന മൗലിക കണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയാണ്. ഇലക്ട്രോൺ എന്താണ്? ഇലക്ട്രോൺ പുറത്ത് ഇങ്ങനെ സഞ്ചാരപാതയിലൂടെ പോവാണ്. ഓക്കെ, സഞ്ചാരപാത, ഇത് KLMN അങ്ങനെ ഓർബിറ്റുകളൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡും, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ JJ തോംസണും. ഇനി ആറ്റം കണ്ടുപിടിച്ച ഒരു വട്ടം കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഒരിക്കലും മറക്കരുത്, അദ്ദേഹത്തിന് വന്ന രോഗമാണ് വർണ്ണാന്തത അല്ലെങ്കിൽ ഡാൾട്ടനിസം അല്ലെ. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാലും ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട് 1807 അല്ലെ. 1807 ആണ്. നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞതാണ് 1807 ആണ് കേട്ടോ. 1807 നമ്മൾ PDF എന്തായാലും ഗ്രൂപ്പിൽ ഇടും. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോവാ. ഓരോ ബ്രാക്കറ്റിൽ കൊടുത്ത കാര്യങ്ങളും വായിച്ച് തന്നെ പോവാ. അപ്പൊ 1807 ആറ്റോമിക സിദ്ധാന്തം ആരാണ് ആവിഷ്കരിച്ചത്? ജോൺ ഡാൾട്ടൺ ആണ്. പക്ഷെ ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഞാൻ പറഞ്ഞു, കുട്ടി ജനിച്ചാൽ അച്ഛനും അമ്മയും തന്നെ പേരിടണമെന്നില്ല, അമ്മാവൻ വന്ന് കയറി പേരിടും. അപ്പൊ ഈ അമ്മാവൻ ആരാ? അതാരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ് അല്ലെ. ഈ ഓസ്റ്റ്വാൾട്ട് എന്ന പേര് വെച്ച് നമ്മൾ ഒരു കാര്യം പഠിച്ചു. ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ എന്താണ്? നൈട്രിക് ആസിഡ് നിർമ്മാണമാണ് അല്ലെ. നൈട്രിക് ആസിഡ് നിർമ്മാണമാണ് ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഇലക്ട്രോൺ കണ്ടെത്തിയത്. അതിനു മുമ്പ് ആറ്റത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിൽ കാണപ്പെടുന്ന മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇതിൽ ന്യൂക്ലിയസിൽ ആറ്റത്തിൽ കാണപ്പെടുന്ന മൗലിക കണങ്ങൾ, ഈ ആറ്റത്തിൽ ഏതൊക്കെ കണങ്ങളുണ്ട്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിങ്ങനെ 3 കണങ്ങളുണ്ട്. അതിൽ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ. ഓക്കെ, ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്നതാണ് ഏത്? ചലിക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോൺ ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരാ? അതിനു മുമ്പ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാരാ? ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ കേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാരാന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അദ്ദേഹം തന്നെയാണ് പ്രോട്ടോണും കണ്ടെത്തിയത്. പ്രോട്ടോണും ന്യൂക്ലിയസും കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ JJ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ഇലക്ട്രോണിന് എന്ത് ചാർജ് ആണ്? നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ പഠിച്ചു. ഇലക്ട്രോണിന് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ആ ചാർജ് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് മില്ലിക്കൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് മില്ലിക്കൺ ആണ്. അപ്പൊ അത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മളിപ്പോ പ്രോട്ടോൺ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പ്രോട്ടോണിന് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. പോസിറ്റീവ് ചാർജ് ആണ് കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്താൽ പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക സംഖ്യ, ആറ്റോമിക് നമ്പർ അല്ലെ. ആറ്റോമിക് നമ്പർ ആണ് പ്രോട്ടോണുകളുടെ ആകെ എണ്ണം. ആറ്റോമിക് നമ്പർ നിർണ്ണയിക്കുന്നത് പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ്. പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ നിർണ്ണയിക്കുന്നത്. ജസ്റ്റ് എന്തായാലും അറിഞ്ഞു നോക്കണം. ആറ്റോമിക് നമ്പർ നിർണ്ണയിക്കുന്നത് പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ്. ഇനി പ്രോട്ടോണും ന്യൂട്രോണും, പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് മാസ് നമ്പർ നിർണ്ണയിക്കുന്നത്. മാസ് നമ്പർ നിർണ്ണയിക്കുന്നത് പ്രോട്ടോണുകൾ പ്ലസ് ന്യൂട്രോണുകൾ. ഓക്കെ, പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേർന്നതാണ് മാസ് നമ്പർ. അപ്പൊ ആറ്റോമിക നമ്പർ ഏതാണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ നിർണ്ണയിക്കുന്നത്. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ഫിംഗർ പ്രിന്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടോൺ ആണ്. ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടോൺ ആണ്. ഫിംഗർ പ്രിന്റ് അങ്ങനെ ചോദ്യം വരും. ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏത് കണമാണ്? ഏതാണ്? പ്രോട്ടോൺ ആണ്. ഏത് മൗലിക കണമാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടോൺ ആണ്. അപ്പൊ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അല്ലെ. പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക സംഖ്യ. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് മാസ് നമ്പർ. മാസ് നമ്പർ നിർണ്ണയിക്കുന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. ഓക്കെ, ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് പ്രോട്ടോൺ ആണ്.
ഓക്കെ, അടുത്ത നമുക്ക് ഏതാ പഠിക്കാറ്? ന്യൂട്രോൺ ആണ് അല്ലെ. ന്യൂട്രോൺ ഞാൻ പറഞ്ഞു ന്യൂട്രോണിന് ചാർജ് ഇല്ല. മറ്റേത് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും. ന്യൂട്രോണിന്റെ ചോദിക്കുകയാണെങ്കിൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പൊ ചാർജ് ഇല്ലാത്ത കണം ഏതാണെന്ന് ചോദ്യം വരില്ലേ? സഞ്ചരിക്കുന്ന മൗലിക കണം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇനി ചാർജ് ഇല്ലാത്ത കണം ഏതാന്ന് ചോദിച്ചാൽ അത് ന്യൂട്രോൺ ആണ്. ഓക്കെ, അപ്പൊ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ഇത് മൂന്നും പഠിക്കാൻ ഒരു കോഡ് ഉണ്ട്, പണ്ട് തൊട്ടേ വരുന്നൊരു കോഡാണ്, പെൻ ആർ ടി സി. ഇത് കണ്ടോ, പെൻ ആർ ടി സി. ഒന്നും കൂടി എഴുതാം, പെൻ ആർ ടി സി. ഇതെന്താ? പ്രോട്ടോൺ റൂദർഫോർഡ് ആണ്. അതാണ് PR പ്രോട്ടോൺ റൂദർഫോർഡ്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇത് ഓർമ്മ വരികയാണെങ്കിൽ ഇതുപോലെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും പെൻ ആർ ടി സി. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കോഡാണ്. എന്നാൽ അറിയാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. പെൻ ആർ ടി സി എന്ന് പഠിച്ചു വെച്ചാൽ ഓരോന്നും കണ്ടെത്തിയത് ആരാണ് നമുക്ക് കിട്ടും. പി എന്താണ്? പി പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് അവിടെ തന്നെ ഉണ്ട്, റൂദർഫോർഡ്. റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? തോംസൺ ആണ്. ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അപ്പൊ ഇലക്ട്രോൺ ജെ തോംസൺ, ടി തോംസൺ ആണ്. പിന്നെ എൻ എന്താണ്? ന്യൂട്രോൺ സി അല്ലേ, ജെയിംസ് ചാഡ്വിക് ആണ്. ചാഡ്വിക്കിന്റെ സി ആണ്, ചാഡ്വിക് സി. അപ്പോൾ അത് ആ കോഡ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ മൂന്നും കണ്ടുപിടിച്ചത് ആരൊക്കെ നമുക്ക് കിട്ടിയല്ലോ. നമുക്ക് ഈ കോഡൊന്നും ആവശ്യമില്ല, നമ്മൾ കാണാണ്ട് പഠിച്ചിട്ട് തന്നെ പോകും. എന്താണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് നമ്മൾ പഠിച്ചു, ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. ഇലക്ട്രോൺ ജെ തോംസൺ. എന്റെ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യണേ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അദ്ദേഹം തന്നെയാണ് എന്തും കണ്ടെത്തിയത്? ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാലും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പിന്നെ ഏതാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ, ന്യൂക്ലിയസ് അല്ല, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതാന്ന് ചോദിച്ചാൽ അത് ന്യൂട്രോൺ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിച്ചു, ഏതാണ്? അത് ഹൈഡ്രജൻ ആണ് അല്ലെ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ആരാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? 1 ആണ് അല്ലെ. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ 1 ആണ്. ആദ്യത്തെ ഒരു 10 എന്തായാലും നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ ആദ്യത്തെ 10 നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്വർണ്ണം, അങ്ങനെ ഓരോന്നും നമ്മൾ പഠിക്കാണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ഇല്ല അതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ആറ്റം കണ്ടുപിടിച്ചത് കഴിഞ്ഞിട്ടില്ല, ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഇനിയും നമുക്ക് പോയിന്റ്സ് ഉണ്ട്. ആറ്റം കണ്ടുപിടിച്ചത് ആരാ? നിങ്ങൾക്ക് കിട്ടിയില്ലേ? ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? കിട്ടിയോ? ആറ്റം കണ്ടുപിടിച്ചത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ട് പോയിന്റിലേക്ക് ഒന്നും പോയി നോക്കണ്ട. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചതും ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റോമിക സിദ്ധാന്തം പഠിക്കുമ്പോൾ അത് ആവിഷ്കരിച്ച വർഷം കൂടി നമ്മൾ പഠിക്കണം. 1807 1807 ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇനി ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾട്ട് ആണ് അല്ലെ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ട് ആണ്. ഈ ആറ്റം എന്ന പദം ഏത് പദത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും. ആറ്റമോസ്, നമ്മൾ ഒരു വാക്ക് ഉണ്ടാക്കണമെങ്കിൽ വേറൊരു വാക്കിന്ന് വിഭജിച്ചെടുത്ത് ഉണ്ടാക്കണം. അങ്ങനെ നിർബന്ധമല്ല, പക്ഷെ അങ്ങനെ ഒന്ന് മീൻസ് ഒരു സാധനത്തിന് ഇതിന് ഇന്ന പേര് നമ്മൾ നിശ്ചയിക്കേണ്ട. ഒരാൾ ഇത് എന്താ ഇതിന് പേര്, ഇതുവരെ പേരിടാത്ത ഒരു സാധനത്തിന് പേര് നിശ്ചയിക്കുമ്പോൾ വേറെ ഒന്നിൽ നിന്നും നമ്മൾ എടുത്താൽ കൂടുതൽ നന്നാവും. ഒരു അർത്ഥമുള്ള സാധനത്തിൽ നിന്ന് എടുത്താൽ. അപ്പോൾ ആറ്റമോസ്, വിഭജിക്കാൻ കഴിയാത്തത് എന്ന് ഗ്രീക്കിൽ അർത്ഥം വരുന്ന, വിഭജിക്കാൻ കഴിയാത്തത് എന്ന ഗ്രീക്ക് പദം, അതിന്റെ അർത്ഥം വരുന്നത് എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദം അതിന്റെ അർത്ഥം വരുന്നത് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ഈ പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോ ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം, ഒരു അർത്ഥവത്തായ പദത്തിൽ നിന്നുമാണ് നമ്മൾ ആറ്റം എന്ന പദം എടുത്തിട്ടുള്ളത്. അപ്പൊ ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ അത് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. വിഭജിക്കാൻ കഴിയാത്തത്. അപ്പൊ ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ഇനി ആറ്റത്തിന്റെ 3 മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ 3 മൗലിക കണങ്ങളാണ് ആറ്റത്തിനുള്ളത്. അതിൽ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങൾ എന്തായാലും ചോദിക്കും, പഠിക്കണം. ഈ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് ഏതാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ. ഇനി ന്യൂക്ലിയസിന് പുറത്ത് കാണപ്പെടുന്നതാണ് ഇലക്ട്രോൺ. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ അല്ലെ ആരാണ്? പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കണാദ മുനിയാണ് അല്ലെ. കണാദനാണ് പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് കണാദ മുനിയാണ് കേട്ടോ. കണാദ മുനിയാണ്. അയാളാണ് എന്ത്
പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാലും കണാദനാണ്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഇനി ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ, ആറ്റത്തിന്റെ ഇത് സ്ഥിരം ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. പ്ലം പുഡിംഗ് മോഡൽ, സൗരയുധ മാതൃക, ബോർ മാതൃക, ഇതൊക്കെ നമുക്ക് എപ്പോഴും ചോദ്യം വരുന്നതാണ്. അപ്പൊ ഇതും നമുക്ക് പെർഫെക്റ്റ് ആക്കിയിട്ട് പോകണം. മറ്റേത് കണ്ടുപിടിച്ചതുപോലെ തന്നെ ഇതും നമുക്ക് ഏത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജെ തോംസൺ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ റൂദർഫോർഡ്, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാലും റൂദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് ചാഡ്വിക്. അത് പഠിച്ചതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇത് പ്ലം പുഡിംഗ് മോഡൽ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ വാട്ടർമെലൻ മോഡൽ തണ്ണിമത്തൻ മാതൃക നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാലും ആരാണ്? ജെ തോംസൺ ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ നിർദ്ദേശിച്ചത് ആരാണ്? ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ നിർദ്ദേശിച്ചത്. അല്ലെങ്കിൽ പിന്നെന്താണ്? തണ്ണിമത്തൻ മാതൃക അല്ലെങ്കിൽ വാട്ടർമെലൻ മോഡൽ നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? ജെ തോംസൺ ആണ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചതാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി ബോർ മാതൃക, ബോർ മാതൃക എന്നുള്ളതിൽ തന്നെ നമുക്ക് പേരുണ്ട്, നീൽസ് ബോർ ആണ്. നീൽസ് ബോർ ആണ് ബോർ മാതൃക നിർദ്ദേശിച്ചത്. ഇനി ഇങ്ങനെയും ചോദ്യം വരും, ഓർബിറ്റ് മാതൃക. ആറ്റത്തിന്റെ ഓർബിറ്റ് മാതൃക നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിലാണ്? ഓർബിറ്റിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഓർബിറ്റ് മാതൃക നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? നീൽസ് ബോർ ആണ്. നമുക്ക് ബോർ മാതൃക എന്ന് പറയുമ്പോൾ കിട്ടും, ബോർ മാതൃക എന്ന ചോദ്യം നമുക്ക് സുഖമായിട്ട് കിട്ടും. പക്ഷെ ഒരുപക്ഷെ ഇങ്ങനെയും ചോദ്യം വരാം, എന്താണ്? ഓർബിറ്റ് മാതൃക നിർദ്ദേശിച്ചത് ആര് എന്നും ചോദ്യം വരാം. അവർക്ക് നമ്മളെ കുഴപ്പിക്കാണ്ട് വേണം, നമുക്ക് വേഗം ആൻസർ തരികയല്ല പി എസ് സിക്കാർക്ക് വേണ്ടത്, നമ്മളെ പറ്റുന്ന അത്രയും കുഴപ്പിക്കാണ്. അപ്പോൾ ബോർ മാതൃക എന്ന് മാത്രം പഠിച്ചാൽ പോരാ, ഓർബിറ്റ് മാതൃക നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാലും അത് നീൽസ് ബോർ ആണ്. ആറ്റത്തില് ഞാൻ പറഞ്ഞു, ആറ്റത്തിന്റെ ന്യൂക്ലിയസ്, ഈ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ഈ പാത, ന്യൂക്ലിയസിനെ ഇലക്ട്രോൺസ് ആണ് ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്നത്. അത് സഞ്ചരിക്കുന്ന പാതയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? എന്താണ്? ഓർബിറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. സൗരയുധ മാതൃക ഏണസ്റ്റ് റൂദർഫോർഡ്. ഇനി ഓരോന്ന് നമുക്ക് നോക്കാം, ആരൊക്കെ കണ്ടുപിടിച്ചു നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് വരാം. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൻ മോഡൽ നിർദ്ദേശിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. പിന്നെ നമ്മൾ ഇത് പഠിച്ചു, ബോർ മാതൃക അല്ലെങ്കിൽ ഓർബിറ്റ് മാതൃക നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് നീൽസ് ബോർ ആണ്. ഇനി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? കിട്ടിയില്ലേ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ആരാണ്? അതുപോലെ തന്നെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചതും ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അല്ലേ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാലും ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൻ മോഡൽ നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാലും ആരാണ്? അത് നമ്മുടെ ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അത് മില്ലിക്കൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ ആണ്. അതും നമ്മൾ പഠിച്ചു. ഇനി പ്രോട്ടോൺ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാലും ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാലും സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാലും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി ബോർ മാതൃക നിർദ്ദേശിച്ചത് ആരാ? ബോർ മാതൃക അതുപോലെ തന്നെ ഓർബിറ്റ് മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? നീൽസ് ബോർ ആണ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാണ്ട് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. നമ്മൾ ഒരു കാര്യം പഠിച്ചിരുന്നു, PEN-RTC എന്നൊരു കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ആ കോഡ് നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി. PEN-RTC എന്ന് എഴുതി വെച്ചാൽ നമുക്ക് സുഖമായിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റും. PEN-RTC എന്താണ്? പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പിന്നെ എന്താണ്? പെൻ, ഈ എന്താണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ആരാണ്? ജെ തോംസൺ ആണ്. പിന്നെ ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ചാൽ നമുക്കറിയാം ആറ്റത്തിന്റെ കേന്ദ്രമാണ് അല്ലെ? ന്യൂക്ലിയസ് ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമാണ്. ന്യൂക്ലിയസ് ആറ്റത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാലും ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പൊ ഇതുവരെ പഠിച്ച ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ബോർ മാതൃക വരെ നമുക്ക് ക്ലിയർ ആണ്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളത് SCRT പോയിന്റ് ആണ് കേട്ടോ. SCRT പാഠത്തിലുള്ള പോയിന്റ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പ്, അതും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവയാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇപ്പൊ നമ്മൾ പഠിച്ച ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഒരു വട്ടം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാലോ? മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ചോദിക്കുന്ന ഉറപ്പുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? എന്തായാലും അറിഞ്ഞിരിക്കണം. ആറ്റത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആറ്റം കണ്ടുപിടിച്ചത് ആരാണ് പഠിക്കാതെ പോയിട്ട് കാര്യമില്ല അല്ലെ? ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൽട്ടൺ ആണ്. അദ്ദേഹത്തിന് വന്ന രോഗമാണ് ഡാൽട്ടനിസം അല്ലെ? ഡാൽട്ടനിസം അല്ലെങ്കിൽ വർണ്ണാന്തത. ഓക്കെ,
ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചാലും ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ എപ്പോഴാണ് 1807 ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? അത് ഓസ്റ്റ്വാൾട്ട് ആണ് കേട്ടോ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾട്ട് ആണ്. ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ എന്താണ്? നൈട്രിക് ആസിഡ് നിർമ്മാണമാണ് ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ. അത് നമ്മൾ പഠിച്ചു. ഇനി ഈ ആറ്റം എന്ന പദം ഏത് പദത്തിൽ നിന്നുമാണ്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത് അല്ലെ. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. നിങ്ങൾക്കിത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് ഇത് ജസ്റ്റ് പറഞ്ഞു തന്നാൽ പോരാ, നിങ്ങളെ പഠിപ്പിക്കലല്ലേ എന്റെ ദൗത്യം. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ വെറുപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വെറുപ്പൊന്നും ഉണ്ടാവില്ല വിചാരിക്കണം, നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. അതിനു വേണ്ടിയാണ് നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോവാം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ഇനി ആറ്റത്തിന്റെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ 3 മൗലിക കണങ്ങളാണ് ആറ്റത്തിലുള്ളത്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ. ആരാണ് ന്യൂക്ലിയസ് കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാലും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി പ്രോട്ടോണിന്റെ ചാർജ് എന്ത് എന്ന് ചോദിച്ചാൽ അതേതാണ്? പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് നമ്മൾ പറഞ്ഞു അല്ലെ, ന്യൂക്ലിയസിലുള്ള മൗലിക കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. അതിൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ എന്താണ്? ന്യൂക്ലിയസിന്റെ ചാർജ് എന്താവും? പോസിറ്റീവ് ചാർജ് ആവും. അത് നമ്മൾ പഠിച്ചു. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ഇലക്ട്രോണിന് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. സഞ്ചരിക്കുന്ന കണങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ അത് ഇലക്ട്രോൺ ആണ്. അപ്പൊ അത് നമ്മൾ പഠിച്ചു. ഇനി ന്യൂട്രോണിന് എന്താണ്? നോ ചാർജ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പൊ ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി ഓരോ മാതൃകകൾ നോക്കാം. പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മാതൃക അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക അല്ലെ. വാട്ടർമെലൻ മാതൃക, വാട്ടർമെലൻ മോഡൽ അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക, ഇതൊക്കെ നിർദ്ദേശിച്ചത് ആരാ? പ്ലം പുഡിംഗ് മോഡൽ, വാട്ടർമെലൻ മോഡൽ എന്നിവ നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ജെ തോംസൺ ആണ്. ഇനി സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സൗരയുധ മാതൃക, ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത്. പിന്നെ നമ്മൾ ഇത് പഠിച്ചു. ബോർ മാതൃക നിർദ്ദേശിച്ചത് ആരാന്ന് വെച്ചാൽ നമുക്ക് പേര് തന്നെ ഉണ്ട്, നീൽസ് ബോർ ആണ്. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കണം. ഓർബിറ്റ് മാതൃക നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? നീൽസ് ബോർ ആണ്. അപ്പൊ ഇതുവരെ പഠിച്ച ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? നമ്മൾ പഠിക്കുന്ന ഓരോ ഭാഗങ്ങളും എന്ത് വന്നാലും നിങ്ങൾ അധികം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ 100% 80% നമ്മൾ പഠിച്ചു വെച്ച ശേഷം അടുത്ത 20% വേണ്ടി നമ്മൾ കടന്ന് പണിയെടുക്കുന്നതിലും നല്ലത് ഈ 80% പെർഫെക്റ്റ് ആക്കിയിട്ട് പോവാണ്. ഇപ്പൊ നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ വന്നാൽ കൂടി ഓപ്ഷനിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ഈ പഠിച്ചു വെച്ച കാര്യം ആദ്യം പെർഫെക്റ്റ് ആക്കിയിട്ട് പോവുക, അതിനുശേഷം മാത്രം അടുത്തതിലേക്ക് ചാടി കിടക്കുക. ഓക്കെ, നമുക്ക് കൂടുതൽ പഠിക്കണം എന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. പക്ഷെ പഠിച്ച ഭാഗം നിങ്ങൾ പെർഫെക്റ്റ് ആക്കാതെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാതെ ഒരു എക്സാമിന് നിങ്ങൾ പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പഠിച്ച ഭാഗം പെർഫെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് പോയിട്ട് നിങ്ങൾക്ക് ഒന്നും നേടാനാവില്ല. കാരണം നമുക്ക് അവിടെ പോയാൽ എന്തായാലും കൺഫ്യൂഷൻ വരും. കാരണം കൺഫ്യൂസിങ് ഫാക്ട് ആണ് അവിടെ അധികം ഉള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയാൽ കൺഫ്യൂഷൻ വരും. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെ തെറ്റിക്കും ചെയ്യും. ആ കാര്യം ഉറപ്പല്ലേ? അറിയുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മൾ അവിടെ പോയാൽ തെറ്റിക്കും. കൂടുതൽ ആൾക്കാർക്കും എക്സാം ഒരുപാട് തവണ എഴുതിയവർക്ക് അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന്, അവിടെ പോയിട്ട് എത്രത്തോളം തവണ തെറ്റിച്ചിട്ടുണ്ട് എന്നും അറിയാം. അപ്പൊ ഈ അറിയുന്ന കാര്യങ്ങൾ തെറ്റിക്കലാണ് ഏറ്റവും മനസ്സിനെ പിടിച്ച് കുലുക്കുക. കാരണം മനസ്സിന് നല്ല സങ്കടം വരുന്നത് എപ്പോഴാണ്? അറിയുന്ന കാര്യങ്ങൾ നമ്മൾ തെറ്റിക്കുമ്പോഴാണ്. ഈ അറിയുന്ന കാര്യങ്ങൾ നമുക്ക് തെറ്റാതിരിക്കണമെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലാതെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല കാര്യം. പഠിച്ച കാര്യം ആദ്യം പെർഫെക്റ്റ് ആക്കിയിട്ട് പോവുക, അതിനുശേഷം നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കടക്കുക. കൂടുതൽ കാര്യങ്ങൾ പഠിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, ആദ്യം പഠിച്ച കാര്യം പെർഫെക്റ്റ് ആക്കി പോയ ശേഷമേ അടുത്ത കാര്യത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും കണ്ടെത്തി പഠിച്ചുകൊണ്ടേയിരിക്കുക. ഒരു വട്ടം പഠിച്ച കാര്യമാണെങ്കിൽ പിന്നെയും അത് റിവൈസ് ചെയ്യുക. ഓരോ ആഴ്ചയിലും ഒരു ദിവസം നിങ്ങൾ റിവിഷനായിട്ട് മാറ്റി വെക്കുക. റിവിഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഓരോ എക്സാമും എഴുതി നമ്മുടെ ഫോൾട്ടുകൾ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ ഈ ഫോൾട്ടുകൾ നമുക്ക് അറിഞ്ഞിട്ടും ഞാൻ റിവൈസ് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്കത് അവിടെ പോയപ്പോൾ തെറ്റിപ്പോയത്. ഇത് ചിലപ്പോൾ ഒരു എക്സാം കഴിഞ്ഞാൽ നമുക്കറിയും, എന്നാലും അടുത്ത എക്സാമിന് അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെ പഠിക്കും, ഒരു കാര്യമില്ല. നമുക്ക് കഴിഞ്ഞ എക്സാമിൽ നമുക്ക് അതിന്റെ അനുഭവം ഉള്ളതാണ്. ഞാൻ റിവിഷൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷേ കുറച്ചുകൂടി മാർക്ക് നേടാനായിരുന്നു. അത് പിന്നെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ അതിൽ സങ്കടപ്പെട്ടിട്ടോ ദുഃഖിച്ചിട്ടോ നമുക്ക് ഒന്നും കിട്ടാല്ല. അപ്പൊ ഇതിനു മുമ്പ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. എന്തായാലും റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ടേ ഞാൻ അടുത്ത കാര്യം പഠിക്കൂ എന്ന് നമ്മളുള്ളിൽ ഒരു തീരുമാനം എടുക്കുക. ഇനി ഈ എക്സാമിന് നിങ്ങൾ പറഞ്ഞതാണ്, പലരും കമന്റ് ഇട്ടിരുന്നു, സാറേ മോട്ടിവേഷൻ ഒക്കെ വേണം വേണ്ട. അതുപോലെ തന്നെ മെസ്സേജുകൾ വന്നിരുന്നു, സാറേ കുറച്ച് മോട്ടിവേഷൻ തരും, പഠിക്കാനൊന്നും തോന്നില്ല, മടി തോന്നി തുടങ്ങാണ്. നിങ്ങൾക്ക് മടി ഉണ്ടാവാൻ പാടില്ല. ഈ മടി ഉണ്ടാവുന്നത് നമ്മുടെ ആഗ്രഹക്കുറവ് കൊണ്ടാണ്. നമുക്ക് ഒരുപക്ഷെ ഈ പഠിത്തത്തിനോടുള്ള ഇഷ്ടക്കുറവിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം കുറയുമ്പോഴല്ലേ നമുക്ക് മടി ഉണ്ടാവുന്നത്. ഈ ജോലി നിങ്ങൾക്ക് വേണം എന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ അത്രയേറെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്രാവശ്യം ഈ ജോലി എന്തായാലും നേടിയിരിക്കും എന്നൊരു തീരുമാനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആരെ കൊണ്ട് നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്ത് തരേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് ആ തീരുമാനം
നമ്മൾ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് ചിലപ്പോൾ കിട്ടിയാലോ, ആ രീതിയിൽ പഠിക്കുന്നതും എത്രയോ ബെറ്റർ ആണ്. നമ്മൾ തീരുമാനം എടുത്ത് വെക്കണം. ഈ എക്സാമിന് മുമ്പത്തെ എക്സാം പോലെയല്ല, ഒരുപാട് തവണ എക്സാം എഴുതിയവർ അങ്ങനെ ചിന്തിക്കുക, ഈ എക്സാം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരിക്കലും ഈ എക്സാം കൂടി ട്രൈ ചെയ്ത് നോക്കല്ല, ഈ എക്സാമിൽ ഞാൻ എന്തായാലും ലിസ്റ്റിൽ കയറും, ഈ വർഷം ഞാൻ എന്തായാലും ലിസ്റ്റിൽ കയറും. അങ്ങനെ മനസ്സിലൊരു ദൃഢനിശ്ചയം എടുത്തു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആരുടെയും മോട്ടിവേഷൻ ഒന്നും ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ തീരുമാനമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എങ്ങനെയൊക്കെ സമയം കണ്ടെത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തും. നിങ്ങൾക്ക് സമയം തന്നെ വരും. ഓക്കെ, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് സമയം കണ്ടെത്താണ്ടാവും. നിങ്ങളായിട്ട് സമയം കണ്ടെത്തും. നിങ്ങൾക്ക് ഏതൊക്കെ ഫ്രീ ടൈം കിട്ടുന്നു ബാക്കിയുള്ളവർക്ക് അറിയില്ല. നിങ്ങൾ വേറൊരാൾ നിങ്ങൾക്ക് ടൈം ടേബിൾ സജസ്റ്റ് ചെയ്ത് തന്നിട്ടൊന്നും കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഏതൊക്കെ ഫ്രീ ടൈം കിട്ടും, നിങ്ങൾ ഫ്രീ ടൈം ഉണ്ടാക്കിയെടുക്കും. നിങ്ങളുടെ ഉള്ളിൽ തീരുമാനം ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം ഞാനിത് നേടിയിരിക്കും, കാരണം ഇതോടെ പഠിത്തം നിർത്തണം, ഈ എക്സാമിൽ കയറിയ ശേഷം പിന്നെ ഞാൻ പഠിക്കേണ്ട കാര്യമല്ലോ, അതിനുവേണ്ടി ഞാൻ എൻ്റെ ഫുൾ എഫേർട്ട് കൊടുത്ത് ഇപ്രാവശ്യം തന്നെ പഠിച്ച് എന്തായാലും ഞാൻ ഇപ്രാവശ്യത്തെ ജോലിയിൽ തന്നെ കയറും. അതിനുശേഷം എനിക്ക് എൻ്റെ പഠിത്തം ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഈ പഠിത്തം പിന്നെ നിർത്താം, ലിസ്റ്റിൽ വന്നു, എനിക്ക് ജോലി കിട്ടും എന്ന ഈ ഉറപ്പാവുന്ന രീതിയിൽ ഇപ്രാവശ്യം തന്നെ നമ്മൾ പഠിച്ചാൽ പിന്നെയും ഈ കുറെ കാലങ്ങളായിട്ട് കഷ്ടപ്പെടുന്നത് പോലെ തന്നെ പിന്നെയും ഇരുന്ന് പഠിക്കേണ്ട കാര്യമല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, ഈ എടുക്കുന്ന എഫേർട്ട് ഏറ്റവും അതിന്റെ പീക്ക് ലെവലിൽ തന്നെ നമ്മൾ കൊടുക്കുക. ഏറ്റവും കൂടുതൽ നമ്മളോട് എപ്പോഴും പറയും, ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യല്ല, കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് പഠിക്കാന്ന് പലരും പറയും. കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതിലും നല്ലത് ഈ കഷ്ടപ്പാടിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിതൊരു കഷ്ടപ്പാടായിട്ട് തോന്നില്ല. അപ്പൊ ഈ കഷ്ടപ്പാടിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്തായാലും കഷ്ടപ്പെടണം. നിങ്ങൾ കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല. അപ്പൊ നല്ല രീതിയിൽ തന്നെ നല്ല എഫേർട്ട് കൊടുത്ത് തന്നെ നിങ്ങൾ ഈ തീരുമാനം, ഞാൻ ഇപ്രാവശ്യം നേടിയിരിക്കുന്നുള്ള തീരുമാനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ട. നിങ്ങൾക്ക് പലരുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കേണ്ടി വരും. പലരുടെയും ചോദ്യങ്ങൾക്ക്, നീ PSC പഠിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലം ആയില്ലേ, നിനക്കൊക്കെ കിട്ടുമോ, ഈ രീതിയിൽ ഒരുപാട് കുത്തുവാക്കുകൾ, ഒരുപാട് നെഗറ്റീവ് പോയിന്റുകൾ പല സ്ഥലത്തുനിന്നും നമുക്ക് വരും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ ആ സമയത്ത് ഞാനൊക്കെ നേടും, ആ രീതിയിൽ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതിൽ നല്ലത് നേടിയിട്ട് അതൊന്ന് കാണിച്ചു കൊടുത്താൽ പോരെ. അപ്പൊ ഈ നേടും എന്നൊരു തീരുമാനം ആദ്യം നിങ്ങളുടെ ഉള്ളിൽ എടുത്തു വെക്ക്. ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നേടിയിരിക്കും. നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടും, നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തും, നിങ്ങൾ പഠിക്കും, നിങ്ങൾ ജയിക്കും, നിങ്ങൾ വിജയത്തിലെത്തും. അതിന് നിങ്ങളാണ് ആദ്യം കഷ്ടപ്പെടേണ്ടത്. ബാക്കി ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടോ, ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പ് ഉണ്ടായത് കൊണ്ട് കാര്യമല്ല. ഓക്കെ, ഇനി ആരുടെയും ഹെൽപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നേടാനാവും. നമുക്ക് ഹെൽപ്പ് ഇല്ലെങ്കിലും നമ്മളത് എത്താൻ വേണ്ടി, നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി നമ്മൾ അതിന്റെ മാക്സിമം എഫേർട്ട് എടുത്ത് തന്നെ നമ്മൾ കൊടുക്കും. നിങ്ങളുടെ ഉള്ളിൽ ആദ്യം വേണ്ടത് ഒരു ലക്ഷ്യമാണ്, ഇപ്രാവശ്യം ഞാൻ നേടും. അല്ലാതെ PSC ഒരു ജോലി ഞാൻ നേടും, എപ്പോഴെങ്കിലും ഒരു എക്സാമിൽ ഞാൻ കയറും, അതല്ല. ഈ എക്സാമിന് ഞാൻ കയറും, ഈ പരീക്ഷയ്ക്ക് ഞാൻ ഇത്രത്തോളം എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കും. ദൈവത്തിനോട് പറ്റുന്ന അത്രയും ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ മാക്സിമം ഞാൻ ഇവിടെ കൊടുക്കും. താൻ പാതി ദൈവം പാതി എന്നാണ്. അല്ലാതെ ദൈവം മാത്രം പാതിയല്ല. തൻ്റെ പാതി പോയി എഴുതി കൊടുക്കൽ മാത്രമല്ല, പഠിക്കലും തന്റെ പാതിയിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിച്ച് തന്റെ എഫേർട്ട് അവിടെ പോയി കൊടുക്കുക. ബാക്കി ദൈവം തീരുമാനിക്കും. നമ്മുടെ കഷ്ടപ്പാടിനുള്ള ഫലം നമുക്ക് ദൈവം തരുക തന്നെ ചെയ്യും. അപ്പൊ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിച്ച് എക്സാം എഴുതുക. എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടാൻ സാധിക്കട്ടെ. അവരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല ഉള്ളിൽ, കുടുംബത്തിനെ ഒന്ന് പിടിച്ചു നിർത്തണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടും അതുപോലെ തന്നെ പല കഷ്ടപ്പാടുകളിലൂടെയും പഠിക്കുന്നതൊക്കെ ആയ ഒരുപാട് ആളുകൾ ഉണ്ടാവും. എല്ലാവർക്കും ജോലി നേടാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്